ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ത്രിമധുരം ഗ്രൂപ്പിൻ്റെ വാർഷിക ദിനത്തിൽ ആദ്യമേ തന്നെ ശ്രീകാന്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ ആശംസയൊക്കെ അറിയിക്കാൻ എല്ലാവർക്കും അവസരം തരുന്ന ശ്രീകാന്തിന് നന്ദി നന്ദി നന്ദി. ശ്രീകാന്തിനും സർവമ്മയ്ക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ വന്നു ചേർന്നത് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യമാണ്. ആരും ഒരാൾ പോലും പറയില്ല ഈ ഗ്രൂപ്പ് വന്നിട്ട് ചീത്ത അനുഭവം ഉണ്ടായെന്ന് ആരും പറയാനില്ല. എല്ലാവർക്കും നല്ല നല്ല അനുഭവങ്ങൾ പറയാനുണ്ട്. എല്ലാവർക്കും നല്ലത്. ഇതിനകത്ത് എന്താ പാട്ട് പാടുന്നു, കഥകൾ പറയുന്നു, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നു. ചില സമയത്തൊക്കെ ഞങ്ങൾ ഓർക്കാറുണ്ട്, ഇത് ശ്രീകാന്തിൻ്റെ വാട്സപ്പ് ചാനലാണോ അതോ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പാണോ എന്ന്. അത്രയ്ക്ക് സ്വാതന്ത്ര്യത്തോടെയാണ് എല്ലാവരും ഓരോന്നും പറയണത്. തമാശയും സന്തോഷങ്ങളും പ്രാർത്ഥനകളും ഓരോരുത്തരുടെ പിറന്നാളുകളൊക്കെ വരുമ്പോൾ അതിനാശംസ അറിയിക്കുക. എന്തെങ്കിലും ഒരു അസുഖം വന്ന ഉടനെ അത് ആരെങ്കിലും ആ സമയത്തുള്ളവർ അപ്പോഴേ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാവർക്കും നല്ലൊരു ഇത് തന്നെയാണ് നമ്മുടെ ഈ ത്രിമധുരം വാട്സപ്പ് ഗ്രൂപ്പ്. അതിനിങ്ങനെ ഒരു ചാനൽ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരെയും ഇതിനകത്ത് എത്തിച്ച് ചേർപ്പിച്ച ഗുരുവായൂരപ്പനും നന്ദി, ശ്രീകാന്തിനും സർലാമ്മയ്ക്കും ഒരുപാട് നന്ദി. ഇതിനകത്തുള്ള ഓരോരുത്തരും കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലുമുള്ള ആൾക്കാരുണ്ട്. എല്ലാവരെയും കാണാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവരുടെയും നേരിട്ട് ശബ്ദത്തിലൂടെ മാത്രം പരിചയപ്പെട്ടവരാണ് ഞങ്ങളെല്ലാവരും. എന്നിട്ട് പോലും എത്ര സന്തോഷത്തോടെ എല്ലാവരും പെരുമാറുന്നത്. ഒരു സമയം ഒരാളെ കണ്ടില്ലെങ്കിൽ അപ്പത്തിന് വിളിച്ച് ചോദിക്കുക, എന്തേ കണ്ടില്ല, എവിടെ പോയി ചേച്ചി, അല്ലെങ്കിൽ അമ്മയെ ആരെങ്കിലും കണ്ടില്ലല്ലോ, എവിടെ പോയി എന്ന് എല്ലാവരും വിളിച്ച് ചോദിക്കും. അത്രയ്ക്ക് നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഗ്രൂപ്പ് തന്നെയാണ്. ശ്രീകാന്തിൻ്റെ അതുപോലെ തന്നെ അനുഭവങ്ങൾ പറയുമ്പോൾ ശ്രീകാന്തിൻ്റെ ആ ശബ്ദത്തിൽ കൂടെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ചില സമയത്തൊക്കെ കണ്ണ് നിറഞ്ഞ് എഴുതാറുണ്ട്. അത്ര ഫിലോടുകൂടിയാണ് ശ്രീകാന്ത് അത് പറഞ്ഞ് കേൾക്കുന്നത്. അത് കേൾക്കുമ്പം ഭയങ്കര സന്തോഷമാണ്. ഗുരുവായൂർ അമ്പലത്തിൽ കൂടെ നടക്കുന്ന പോലെ തന്നെ തോന്നി. ഇത്തരം ഒരു സഹോദരനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത് ഞങ്ങളുടെ എല്ലാവരുടെയും ബാക്കി. എല്ലാവർക്കും സന്തോഷം. അലങ്കാരം പറയാനായിട്ട് എല്ലാവർക്കും എന്തൊരു സന്തോഷം. രാവിലെ തന്നെ അലങ്കാരം പറയും, ഉച്ചവരെ അത് നോക്കിയിരിക്കും. അയ്യോ ഇതെന്ത് ഞാൻ പറഞ്ഞതാണോ ശരിയാണോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ ആ ഒരു ഉത്സാഹം. ശരി ഉത്തരം പറഞ്ഞു കഴിയുമ്പം ശരി പറഞ്ഞവർക്കൊക്കെ എന്തൊരു സന്തോഷമാണ്. പിന്നെ ആ സമ്മാനം കിട്ടാത്തതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സങ്കടമുണ്ട്. കിട്ടിയവർക്ക് തന്നെ വീണ്ടും ഒരു പ്രാവശ്യമെങ്കിലും കണ്ടാൽ കിട്ടാത്തവർക്ക് 12 പ്രാവശ്യമൊക്കെ സുധയൊക്കെ 12 പ്രാവശ്യം ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞാനും അതുപോലെ തന്നെ കുറേ പേരുണ്ട് ഒത്തിരി പ്രാവശ്യം ഉത്തരം ശരിയായി പറഞ്ഞവർ. ഒറ്റ പ്രാവശ്യം കണ്ണൻ്റെ ഒരു സമ്മാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സന്തോഷം തന്നെയാണ്. ഒരിക്കൽ കൂടി ഈ ചാനലിന് ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ശ്രീകാന്തിന് നമസ്കാരം. നന്ദി.